വാർത്തകൾ തുടരുന്നു. കൊടകര കുഴൽപ്പണക്കേസ് ഹൈക്കോടതിയിലെത്താൻ സാധ്യത. കേസ് ഹൈക്കോടതിയിലെത്തിയാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി. ഇഡിയുടെ റിപ്പോർട്ട് തള്ളണോ സ്വീകരിക്കണോ എന്ന് കലൂർ PMLA കോടതി തീരുമാനിക്കും. കേസിൽ ആകെയുള്ളത് 23 പ്രതികൾ. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, കൊടകര കുഴൽപ്പണക്കേസ് ഹൈക്കോടതിയിലെത്താൻ ഒരു സാധ്യത, വിവരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ കൊടകര കുഴൽപ്പണക്കേസ് ഹൈക്കോടതിയിൽ എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ED കണ്ടെത്തൽ ചോദ്യം ചെയ്ത് കൂടുതൽ സാക്ഷികൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ED റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേസ് ഹൈക്കോടതിയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സാധ്യത പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ആശയക്കുഴപ്പമുള്ള ഒരു കുറ്റപത്രം ED PMLA കോടതിയിൽ സമർപ്പിച്ചത്. ആശയക്കുഴപ്പമുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എവിടെയാണ്, ഏതാണ് ശരി, പണം എന്തിനെത്തി, എവിടെ നിന്ന് വന്നു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കുറച്ചുകൂടി ഒരുപാടധികം സംശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള കുറ്റപത്രം തന്നെയാണ് ED സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കള്ളപ്പണം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിച്ചതാണ് എന്നടക്കമുള്ള കണ്ടെത്തലുകൾ കേരള പോലീസ്, സംസ്ഥാന പോലീസ് കണ്ടെത്തിയ ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ അങ്ങനെയല്ല എന്നുള്ള രീതിയിലുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ ED സമർപ്പിച്ചിരിക്കുന്നത്. കള്ളപ്പണം ആലപ്പുഴയിൽ സ്ഥലമിടപാട് നടത്താൻ എത്തിച്ചതാണ് എന്നാണ് EDയുടെ കുറ്റപത്രത്തിൽ ഉള്ളത്. എന്തായാലും കവർച്ച നടന്ന ശേഷം പണം ഏതൊക്കെ തരത്തിൽ വെളുപ്പിച്ചു എന്നുള്ള കാര്യമാണ് ED അന്വേഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്മേലുള്ള ഒരു കുറ്റപത്രമാണ് ED സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ ED അന്വേഷണം പോയിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പണം BJPക്ക് എത്തിച്ചതാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. സാക്ഷികളും തിരൂർ സതീഷ് അടക്കമുള്ള സാക്ഷികൾ ഈ കാര്യത്തിൽ വ്യക്തത നൽകിക്കൊണ്ട് മൊഴിയുമായും രംഗത്ത് എത്തുന്ന എല്ലാം നമ്മൾ കണ്ടതാണ്. കേസിൽ 23 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. EDയുടെ അന്വേഷണത്തിലും 23 പേർ കേസിലുണ്ട്. എന്നാൽ 23 പേർക്കും BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളൊരു കാര്യം വളരെയധികം എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്നാലും ഇങ്ങനെ ഒരു കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ നമ്പറിട്ട് കേസ് സ്വീകരിക്കുന്ന നടപടികളിലേക്ക് PMLA കോടതി കടക്കും. ഹൈക്കോടതി കടക്കും. എന്തായാലും ED അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് ED അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ഹാജരാക്കിയിട്ടുള്ള രേഖകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരസ്പര പൂരകമാണോ എന്നുള്ള കാര്യമെല്ലാം തന്നെ ഹൈക്കോടതി നോക്കും. എന്നാൽ ഇതിന്റെ മെറിറ്റിലേക്കൊന്നും തന്നെ ഇപ്പോൾ ഹൈക്കോടതി കടക്കുമെന്ന് തോന്നുന്നില്ല. പകരം ED അന്വേഷണ ഉദ്യോഗസ്ഥർ അതുപോലെ കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരസ്പര പൂരകമാണ്. വൈരുദ്ധ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു കേസ് ഹൈക്കോടതി നോക്കുന്നുണ്ടായിരിക്കുക. പിന്നീട് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നതിന് ശേഷമായിരിക്കും, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും PMLA കോടതി ഈ ഒരു കുറ്റപത്രം തള്ളണോ അതോ തിരുത്തലുകൾ എന്തെങ്കിലും ആവശ്യപ്പെടണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനം എടുക്കുന്നത് പിന്നീടായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെയാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. വൃന്ദ.